ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ രേഖാചിത്രം എന്നൊരു പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ജോഫിൻ ടി ചാക്കോ അല്ലേ, തന്നെ പേര്. പ്രീസ്റ്റിൻ്റെ ഒക്കെ സംവിധായകൻ. പസീഫിലാണ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വരുന്ന അനശ്വരരാജനുണ്ട്. പടം ഭയങ്കര പ്രതീക്ഷയുള്ള പടമാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയിലൊക്കെ പിടിച്ചുള്ളതാണ്. പിന്നെ പ്രീസ്റ്റൊക്കെ നമുക്കറിയാം, പടെടുത്ത രീതിയൊക്കെ ഗംഭീരമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ട്രെയിലർ കണ്ട് ബാക്കി കഥ പറയാം. രാജേന്ദ്രൻ ജീവിതത്തിൽ എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാത്തൊരു മനുഷ്യൻ. കുന്നപ്പള്ളി അവിടെ മാത്രമല്ല, വേറെ പല സ്ഥലത്തും വിളിച്ചിട്ടുണ്ട്. പിന്നെ സാറി പറയുന്ന സമയത്ത് അവന് എന്തോ ഒരു പിരിവലി കിട്ടിയിട്ടുണ്ട്. അതേ പിടിച്ചാണ് അവൻ കയറിയത്. ഹലോ, മലക്കപ്പാറ സ്റ്റേഷൻ. മലക്കപ്പാറ ഇത് മേക്കിംഗാണ് പടം. വിശ്വാസാഗർ, മനോജ് കാച്ചിയാൻ, അലക്സാണ്ടർ. എനിക്കിത് പടം ആരെയും ഞാൻ മറക്കത്തില്ല. സിനിമ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാവും. സിനിമയില് മാത്രല്ല, ജീവിതത്തിലും അവള് നല്ലൊരു നടിയായിരുന്നു. മോളാണല്ലോ. അവൾ വന്നുപോയ വഴികളിലെല്ലാം ശേഷിക്കുന്നത് ശവശരീരങ്ങളാണ്. ഒരുപക്ഷെ മരിച്ചു വീഴുന്നത് ഞാനായിരിക്കാം, മുജീബാണ് മ്യൂസിക് കേട്ടോ. സിനിമയ്ക്കുള്ളൊരു സിനിമയാണോ കുന്നപ്പള്ളി? ജോഫിൻ ടി ചാക്കോ, രേഖാചിത്രം. ജനുവരി 9 പടമുണ്ട്. ജനുവരിയിൽ എത്ര നല്ല പടങ്ങളാണ് വരാൻ കിടക്കുന്ന. പ്രതീക്ഷയില്ല, ഐഡന്റിറ്റി. ഇത് ആസിഫ് അലി പിന്നെ പോലീസ് റോഡിൽ വരുമ്പോൾ അത് രസം വേറെയാണ്. ഇൻവെസ്റ്റിഗേഷനാണ് സംഭവം. പള്ളി ഫിലിം ഫീൽഡായിട്ട് ബന്ധമായിട്ട് സിനിമയ്ക്കുള്ളിലെ സിനിമയാണോ പള്ളി. അനശ്വരാജന്റെ ക്യാരക്ടർ ഇന്ദ്രൻസിന് എന്തൊക്കെയോ മണക്കുന്നുണ്ട്. നല്ല കാസ്റ്റിങ്. സംഭവം ത്രില്ലറാണ്. കൊലപാതകം നടക്കുന്നത് കണ്ടുപിടിക്കുന്നു. സീരിയസ് ആണത്. 4-5 കൊലപാതകം ഉണ്ടെന്നോ. അവിടേക്ക് പോയിട്ടുണ്ട്, അവിടെയൊക്കെ നടന്നിട്ടുണ്ടെന്നല്ല പറയുന്നത്. സിനിമ വെയിറ്റ് ചെയ്യാം, നമുക്കൊന്നും പറയാനില്ല. നല്ല ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ഫീൽ ചെയ്ത്. എന്തായാലും പടത്തിന് പ്രതീക്ഷയുണ്ട്. ജോഫിൻ ടി ചാക്കോ പ്രീസ്റ്റൊക്കെ എടുത്ത രീതിയിൽ പിന്നെ ത്രില്ലറാകുമ്പോൾ അതിൻ്റെ രസം കൂടും. നമുക്ക് കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം പറയാം. ജനുവരിയിൽ അപ്പോൾ കട്ട ഫസ്റ്റ് വീക്കെൻഡ് നല്ല പടങ്ങളുണ്ട്. ഓക്കെ, ബൈ.